ഹലോ. അപ്പോൾ ഇന്ന് ഒന്ന് പുറത്ത് പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഹരിതണ്ട് കൂടെ. അപ്പോൾ വേഗം പോയി മാറ്റട്ടെ. 3 മണിയാവാനായി, 2:45. അപ്പോൾ 3 മണിയാകുമ്പോഴേക്ക് ഇറങ്ങാൻ പറഞ്ഞിട്ടുണ്ട്. ഹരിത സ്കൂളിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ പെട്ടെന്ന് യൂണിവേഴ്സിറ്റിക്ക് എത്തണം. അപ്പോൾ പോയിട്ട് മാറ്റിയിട്ട് വരാം കേട്ടോ. മുടി നന്നായിട്ട് ഉണങ്ങിയിട്ടില്ല, ഇനി ഉണങ്ങാണ്ട്. ജസ്റ്റ് വണ്ണിട്ട് കെട്ടാം. ഈ ഡ്രസ്സ് ചൂടെടുക്കൂ. അപ്പോൾ ഇതാ ഞാനിവിടെ നിന്ന് ഇറങ്ങുവാണ്. ഹരിത ഇപ്പോൾ വിളിച്ചിരുന്നു അവിടെ നിന്ന് ഇറങ്ങി പറഞ്ഞിട്ട്. അപ്പം ഞാൻ ഇറങ്ങട്ടെ. അപ്പം അവൾ ബസ് കയറിയിട്ട് ബസ് ഏതാന്ന് പറയും. അപ്പം ഞാനും ആ ബസ്സിൽ കയറേണ്ടി വരും. അപ്പോഴേക്ക് യൂണിവേഴ്സിറ്റി എത്തണം. ഓക്കെ, ഇറങ്ങട്ടെ കേട്ടോ. നല്ല പൊരിഞ്ഞ വെയിലാണ്. കൊടടിക്കട്ടെ, അല്ലെങ്കിൽ ശരിയാവില്ല. വീട്ടിൽ നിന്ന് ഏകദേശം 10 മിനിറ്റോളം യൂണിവേഴ്സിറ്റി ബസ് സ്റ്റോപ്പിലേക്ക് നടക്കാനുണ്ട്. അപ്പം ഞാനങ്ങനെ നടന്നു പോവുകയാണ്. പിന്നെ യൂണിവേഴ്സിറ്റി ബസ് സ്റ്റോപ്പിലെത്തി അപ്പം തന്നെ എനിക്ക് ബസ് കിട്ടി. അപ്പം ഞാൻ വേഗം കയറി. അവൾ അടുത്ത ബസ്സിൽ വരുന്നുണ്ട് എന്ന് പറഞ്ഞ്. ഞാൻ സ്റ്റാൻഡിലെത്തി ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഉണ്ട് ഹരിത വരുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾ ആദ്യം പോയത് വിളക്ക് വാങ്ങിക്കാനാണ്. അപ്പോൾ കുറഞ്ഞ റേറ്റിൽ വിളക്ക് കിട്ടുന്ന ഒരു ഷോപ്പ് അവിടെ ഉണ്ട്. നമ്മൾ ഈ ഉപയോഗിച്ച് ഒഴിവാക്കിയ പാത്രങ്ങളൊക്കെ കൊടുക്കാൻ പറ്റിയിട്ടുള്ളൊരു കട ഉണ്ടല്ലോ, അവിടെ നമുക്ക് വിളക്കും കിട്ടും. അപ്പോൾ അവിടെ ഞങ്ങൾ കയറി. എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ നോക്കിയിട്ട് വേറെ എവിടെയെങ്കിലും നോക്കണം എന്നുണ്ടെങ്കിൽ നോക്കാൻ വിചാരിച്ചു. പക്ഷേ ഞങ്ങൾക്ക് അവിടെ നിന്ന് തന്നെ കിട്ടി. അടുക്കളയിൽ വെക്കണേ ചുമരുമ്പല് കൊട്ടിക്കണതുണ്ട്, അതന്നെയാ. ഞങ്ങൾ വാങ്ങിച്ചത് ചെറിയ വിളക്കാണ്. ഒന്നിന് 100 രൂപയാണ്. ഇത് മീഷോന്ന് വാങ്ങിച്ചിട്ടുള്ള പൊട്ടാണ്. 6 എണ്ണത്തിന് 100 സംതിങ് എന്തോ വരുന്നുള്ളൂ. നല്ല പശ ഉള്ളതുകൊണ്ട് നമുക്ക് 2-3 ടൈമൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ എണ്ണയും ചന്ദനത്തിരിയും വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ കട തപ്പി ഇറങ്ങിയതായിരുന്നു. അപ്പോൾ ചെറിയ കുഞ്ഞു കട കണ്ട് അവിടുന്ന് പിന്നെ എണ്ണയും ചന്ദനത്തിരിയും തിരിയൊക്കെ വാങ്ങിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഒരു ചെരുപ്പ് എടുക്കാൻ പോയി. ഡെയിലി യൂസിന് പറ്റിയിട്ടുള്ളൊരു ചെരുപ്പ്, ഒരു ബ്ലാക്ക് ചെരുപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ ഹരിതയ്ക്ക് അത്തർ വേണമെന്ന് പറഞ്ഞ് ഞങ്ങൾ സുരഭിയിൽ പോയിട്ട് അത്തർ നോക്കി. അതിൽ നല്ല 2-3 സ്മെല്ലുള്ളത് അവൾ വാങ്ങിച്ച്. പിന്നെ അവിടുത്തെ സർവീസ് നല്ല അടിപൊളിയാണ്. പിന്നെ ഞങ്ങൾക്ക് 3 എണ്ണം വേറെ, 2 പേർക്ക് 3 എണ്ണം വീതം സാമ്പിൾസ് വേറെ അത്തറിൻ്റെതും കൂടെ കിട്ടി. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ പോയത് മുല്ലപ്പൂ വാങ്ങിക്കാനാണ്. നാളെ താലപ്പൊലിക്കുള്ള മുല്ലപ്പൂ കുറച്ച് വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അവിടെ എത്തിയപ്പോൾ മുല്ലപ്പൂ എത്തുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞ്. അങ്ങനെ ഞങ്ങളൊരു 10 മിനിറ്റ് അവിടെ ഇരുന്ന്. അപ്പം ഞാൻ സാധനങ്ങളൊക്കെ വാങ്ങി വീട്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഫ്ലിപ്പിൽ നിന്ന് ഒരു ക്യാൻവാസ് റോൾ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് പൊട്ടിച്ച് നോക്കാം. ഇന്ന് ഉച്ചയ്ക്കാണ് വന്നത്. അപ്പോൾ നോക്കാം അതെങ്ങനെയുണ്ട്. ക്യാൻവാസ് നല്ല ക്യാൻവാസ് കേട്ടോ, നല്ല കട്ടിയായിട്ടൊന്നുമില്ല, ഒരു മീഡിയം കട്ടി. അതിന് കുഴപ്പമില്ല, നമുക്ക് ചെയ്യാനൊക്കെ പറ്റും. അത്യാവശ്യം ഇത് 5 മീറ്ററാണ്. കുഴപ്പമില്ല, അത്യാവശ്യം നല്ലതാണ്. അപ്പം ഇനി അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.